നമ്മുടെ ലൈവില് ഇന്ന് കുറേ സമയം എല്ലാവരും മഴയത്തിറങ്ങി ഇന്ന് കുളിക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് സരികയുടെ അടുത്ത് പറഞ്ഞു അത്രേ, "ഇത് നിന്റെ ഹസ്ബൻഡ് കണ്ടാ കുഴപ്പാവൂലേ? അതായത് ഇത്രയും ആൾക്കാരൊക്കെ കണ്ടോണ്ടിരിക്കുമ്പം മഴയൊക്കെ നനഞ്ഞിട്ടിങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഡാൻസൊക്കെ കളിക്കണോ?" അങ്ങനെയൊക്കെയുള്ള രീതിയില് സരികയുടെ അടുത്ത് പറഞ്ഞു എന്ന് സരിക പിന്നീട് നമ്മുടെ അക്ബറിന്റെ അടുത്തും, അപ്പാനിയുടെ അടുത്തും, ബിന്നിയുടെ അടുത്തും ഒക്കെ പറയുന്നത് കുറച്ച് മുന്നേ കണ്ടിരുന്നു. അതായത് ഒരു ഒരു അമ്മായി ടൈപ്പ് ആണ് എന്നുള്ള രീതിയിൽ ഇവര് സംസാരിക്കുന്നത്. അപ്പോ സരിക പറഞ്ഞൂന്ന്, "അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്. എന്റെ ഹസ്ബൻഡിന് അതൊക്കെ അറിയാം. അല്ലെങ്കിൽ തന്നെ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ എന്താണ്? വീഗാലാൻഡിൽ പോയാ ഇപ്പോ ദേഹത്ത് വെള്ളം നനയത്തില്ലേ? അവിടെ ആൾക്കാരൊന്നുമില്ലേ? എല്ലാവരും കാണുമ്പോഴാണല്ലോ എല്ലാവരും വെള്ളത്തിലിറങ്ങുന്നത്." ഇങ്ങനെ ഇവര് ചോദിച്ചുത്രേ. അപ്പോ ശാരിക പറഞ്ഞൂന്ന്, "3.5 കോടി ആളുകൾ കണ്ടോണ്ടിരിക്കയല്ലേ?" അപ്പോ സരിക പറഞ്ഞൂന്ന്, "അതെനിക്ക് കുഴപ്പമില്ല" എന്ന് പറഞ്ഞൂന്ന്. അപ്പൊ ഇങ്ങനെ ഇവര് സംസാരിക്കുന്ന സമയത്തേക്ക് ശാരിക അവിടേക്ക് വരുന്നു. ശാരികയുടെ അടുത്ത് ഈ ടോപ്പിക്ക് ചോദിച്ചപ്പോൾ മൂപ്പത്തിയാര് ഓടി തള്ളിക്കളഞ്ഞു. കാരണം പിന്നെ അവിടെ നിന്ന് സംസാരിച്ച പണിയാവും. എനിക്കിപ്പോഴാ മനസ്സിലായത് തന്നോടൊരു തമാശ പറയാൻ പറ്റില്ലേ എന്നും പറഞ്ഞിട്ട് ശാരിക അവിടുന്ന് മുങ്ങി. അതിനുശേഷം അപ്പാനി പോയി ചോദിക്കുമ്പോൾ പറഞ്ഞത്, "ആക്ച്വലി ഞാനിവിടെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എനിക്ക് അതിന് പറ്റിയ ഡ്രസ്സൊന്നും ഇല്ലല്ലോ അവിടെ ഇട്ടും കൊണ്ട് നിൽക്കാനായിട്ടെന്ന്" പറഞ്ഞ് ഞാൻ രേണുവിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, രേണു സുധീരുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിക നൈസായിട്ട് അതീന്ന് ഊരി. സംഭവം തമാശ പറഞ്ഞതൊന്നും അല്ല. ഇൻഡയറക്ട്‌ലി ഒന്ന് 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 ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഒന്ന് ഇളക്കി വിട്ടത് തന്നെയാണ്. ഇതൊക്കെ ശരിയാണോ എന്നുള്ള രീതിയില്. സംഭവം ശാരികയെ കാണുമ്പം കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഉള്ളിൽ ആളിപ്പോഴും 80ൽ നിന്ന് വണ്ടി കിട്ടാത്ത ആളെന്നാണ് തോന്നുന്നത്. ഇവര് രണ്ടുപേരും ബിഗ് ബോസ് വീടിനകത്ത് ഈ സരികയും ശാരികയും ഇനിയും തുടരുകയാണെങ്കിൽ വലിയ വഴക്കുകളുടെ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ കേൾക്കുന്നത് സരിക പുറത്തായി എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. എന്തായാലും എപ്പിസോഡിനായി കാത്തിരിക്കുന്നു.